ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അതീവ ജാഗ്രത. അയൽരാജ്യമായ നേപ്പാളിലുണ്ടായ രൂക്ഷമായ വർഗീയ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ അതിർത്തികൾ പൂർണ്ണമായും അടച്ചു. ബീഹാർ അതിർത്തിയോട് ചേർന്നുള്ള നേപ്പാൾ പട്ടണങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഈ കടുത്ത തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നേപ്പാളിലെ ബിർഗുഞ്ച് നഗരത്തിലും പാർസ ജില്ലയിലുമാണ് സംഘർഷം പടരുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വിവാദ വീഡിയോയെ ചൊല്ലിയുണ്ടായ തർക്കം പള്ളി തകർക്കുന്നതിലേക്കും വലിയ തോതിലുള്ള അക്രമങ്ങളിലേക്കും വഴിമാറുകയായിരുന്നു. പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ നേപ്പാൾ ഭരണകൂടം കർഫ്യൂ ഏർപ്പെടുത്തി. ഇതിനെ തുടർന്ന് ഇന്ത്യൻ അതിർത്തി സംരക്ഷണ സേനയായിട്ടുള്ള SSB അതിർത്തിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അടിയന്തര സേവനങ്ങൾ ഒഴികെ മൈത്രി പാലം വഴിയുള്ള സാധാരണക്കാരുടെ യാത്രകളൊക്കെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. സുരക്ഷ ഉറപ്പാക്കാൻ ഡോഗ് സ്ക്വാഡിനെയും പ്രത്യേക പട്രോളിംഗ് സംഘത്തെയും ഒക്കെ അതിർത്തിയിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ട്. ധനുഷ ജില്ലയിലെ 2 യുവാക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മതപരമായിട്ടുള്ള ഉള്ളടക്കമുള്ള വീഡിയോയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇത് സാമുദായിക ഐക്യം തകർക്കുന്നതാണെന്ന് ആരോപിച്ച് നാട്ടുകാർ അവരെ പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും പിന്നാലെ നടന്ന പ്രതിഷേധങ്ങൾ അക്രമസക്തമാവുകയായിരുന്നു. ഇതിനിടയിൽ ഒരു പള്ളി നശിപ്പിക്കപ്പെട്ടതാണ് സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള തെരുവ് യുദ്ധമായി മാറിയതോടെയാണ് ഇന്ത്യ ജാഗ്രത പാലിക്കാൻ തീരുമാനിച്ചത്. സംഘർഷം രൂക്ഷമായതോടെ നേപ്പാളിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇപ്പോൾ മടങ്ങുകയാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നതും സുരക്ഷാ ഭീഷണിയുമാണ് ഇവരെ മടങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ബീഹാറിലെ റക്സോൾ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ വരും ദിവസങ്ങളിൽ കർശന നിരീക്ഷണം തുടരാനാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ തീരുമാനം. സഹദേവ, മഹാദേവ തുടങ്ങിയ തന്ത്രപ്രധാനമായ എല്ലാ പോയിന്റുകളിലും പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. അയൽരാജ്യത്തെ അശാന്തി ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകുന്നത് വരെ ഈ നിയന്ത്രണങ്ങൾ തുടരാനാണ് സാധ്യത. അതിർത്തി കടന്നുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.